ജനുവരി മാസം 24-ാം തീയതി ശനിയാഴ്ച 8 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ലോട്ടറി സൗഭാഗ്യം സിദ്ധിക്കുവാൻ പോവുകയാണ്. അതായത് ഈ നക്ഷത്രക്കാർക്ക് ശുക്രനാണ് ഉദിച്ചിരിക്കുന്നത് എന്നത് തന്നെയാണ് സത്യം. അതായത് ജ്യോതിഷ ഫലങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ അതീവ ഭാഗ്യശാലികളാണ് ഈ 8 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾ എന്നതാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. കാരണം ലോട്ടറി സമ്മാനം നേടിയെടുക്കുവാൻ കഴിയുക എന്നത് ഒരു ഭാഗ്യം തന്നെയാണ്. അത്തരത്തിലുള്ള ഭാഗ്യം കോടിക്കണക്കിന് ആളുകളിൽ നിന്ന് ചുരുക്കം ചിലരെ തേടിയെത്തുന്നത് മഹാഭാഗ്യം കൊണ്ട് തന്നെയാണ്. മാത്രമല്ല മറ്റുള്ള എല്ലാ ധനവരവുകളിൽ നിന്നും വ്യത്യസ്തമായി ലോട്ടറി സൗഭാഗ്യം എന്ന് പറയുന്നത് ഒറ്റയടിക്ക് ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ രാജതുല്യമായ ജീവിതത്തിലേക്ക് എത്തിക്കുന്ന ഒന്നുകൂടിയാണ്. അത് അത്രയ്ക്ക് ഈശ്വരാധീനവും തലവര അത്രയ്ക്ക് തെളിയുകയും ചെയ്തിരിക്കുന്ന വ്യക്തികൾക്ക് മാത്രം ലഭിക്കുന്ന ഒന്നാണ് എന്നതാണ് ശരിയായ വസ്തുത. ഇതിൽ ഈ ജനുവരി 24-ാം തീയതി ശനിയാഴ്ച ഇനി പറയുവാൻ പോകുന്ന 8 നക്ഷത്രക്കാരായിട്ടുള്ള ചില ആളുകൾക്ക് നിങ്ങൾ തീർത്തും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു ധനനേട്ടമാണ് ലോട്ടറി സൗഭാഗ്യത്തിലൂടെ വന്നു ചേരുവാൻ പോകുന്നത്. മാത്രമല്ല ഒരുപക്ഷെ നിങ്ങൾ കാലങ്ങളായി പലവട്ടം ലോട്ടറി എടുക്കുകയും എന്നാൽ അതിൽ നിന്ന് ഒരു വിധത്തിലുള്ള സമ്മാനവും നേടുവാനുള്ള ഭാഗ്യം അനുഭവത്തിൽ വരാതിരുന്ന ഒരു വ്യക്തിയുമായിരിക്കാം. എന്നാൽ നിങ്ങളാണോ ആ സൗഭാഗ്യം നേടിയെടുക്കുവാൻ യോഗം തെളിഞ്ഞിരിക്കുന്ന ആ ഒരു വ്യക്തിയെന്ന് തിരിച്ചറിയുവാനായി ഈ പ്രപഞ്ചശക്തി തന്നെ ഇന്ന് ഈ അധ്യായം കണ്ടു കഴിയുന്ന സമയം മുതൽ നിങ്ങളിലേക്ക് ചില സൂചനകൾ നൽകി തുടങ്ങും. അപ്പോൾ ഈ ജനുവരി 24-ാം തീയതി ശനിയാഴ്ച ലോട്ടറി സൗഭാഗ്യം സിദ്ധിക്കുവാൻ പോകുന്ന നക്ഷത്രക്കാർ ഏതൊക്കെയാണ് എന്നും ആ നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളിലേക്ക് വരുവാൻ പോകുന്ന സൗഭാഗ്യത്തിൻ്റെ സൂചനയായി എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് അനുഭവത്തിൽ വരിക എന്നും അതുപോലെ തന്നെ കൂടുതൽ ഭാഗ്യത്തെ ആ ഒരു ദിവസം ആകർഷിക്കുവാനായി നിങ്ങൾ ചെയ്യേണ്ട ചില പ്രത്യേക കാര്യങ്ങളെ പറ്റിയുമെല്ലാം തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ലോട്ടറി സൗഭാഗ്യം സിദ്ധിക്കുവാൻ പോകുന്ന വ്യക്തികൾക്ക് ഈ അധ്യായം കണ്ടു കഴിഞ്ഞതിന് ശേഷം മുതലുള്ള സമയങ്ങളിലും പ്രത്യേകിച്ച് ജനുവരി 24-ാം തീയതി ശനിയാഴ്ച രാവിലെയുമായി ഇനി പറയുവാൻ പോകുന്ന ചില കാര്യങ്ങൾ ഈ പ്രപഞ്ചം തന്നെ ഭാഗ്യസൂചകമായി നൽകും. അതിൽ തന്നെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പതിവില്ലാത്ത തരത്തിൽ നിങ്ങൾ വീടിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാക്ക അടുത്തേക്ക് വന്ന് ശബ്ദം ഉണ്ടാക്കുകയാണെങ്കിൽ അത് നിങ്ങളിലെ ഭാഗ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് അസാധാരണമായ എന്തോ ഒരു നേട്ടം നിങ്ങളിലേക്ക് വരുവാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇത്. ഇനി രണ്ടാമതായി നിങ്ങൾ പുറത്ത് എവിടെയെങ്കിലും നടന്നു പോകുമ്പോഴും മറ്റുമായി നിങ്ങൾക്ക് നാണയങ്ങളോ നോട്ടുകളോ ഒക്കെയായി പണം ലഭിക്കുകയോ അതല്ല എന്നുണ്ടെങ്കിൽ വിലപിടിപ്പുള്ള എന്തെങ്കിലും വസ്തുക്കൾ വഴിയിൽ കിടന്ന് കിട്ടുകയോ ഒക്കെ ചെയ്യുന്നതും ഈ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് തരുന്ന മറ്റൊരു പോസിറ്റീവായ ധനനേട്ടത്തിൻ്റെ സൂചനയാണ്. ഇത്തരത്തിൽ ഒരു നാണയമോ പണമോ നിങ്ങൾക്ക് വഴിയിൽ കിടന്നും മറ്റും ലഭിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ അത് തിരസ്കരിക്കരുത്. പകരം അതെടുത്ത് ഒരു ഭണ്ഡാരത്തിൽ ഇടുകയോ അതല്ല വലിയ തുകയോ പേഴ്സോ ആണ് ലഭിക്കുന്നതെങ്കിൽ അതിൻ്റെ ശരിയായ ഉടമസ്ഥനെ കണ്ടെത്തി തിരികെ ഏൽപ്പിക്കുകയോ ചെയ്യാം. അപ്പോൾ ഇത്തരത്തിൽ ഒരു അനുഭവം നിങ്ങൾക്കുണ്ടാകുന്നതിലൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ലോട്ടറി സൗഭാഗ്യം നിങ്ങളിലേക്ക് വരുവാൻ പോകുന്നതിൻ്റെ സൂചനയാണ് ഇത് എന്നതാണ്. ഇനി അതുകൂടാതെ നിങ്ങൾക്ക് സാമ്പത്തികമായി എന്തെങ്കിലും ഒരു ആവശ്യം നിലനിൽക്കുകയും ആ സമയത്ത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തി സാമ്പത്തിക സഹായവുമായി നിങ്ങളുടെ മുൻപിൽ എത്തുന്ന തരത്തിലുള്ള ഒരു അനുഭവം നിങ്ങൾക്കുണ്ടാവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഈ പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന ഒരു സൂചനയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഉറക്കത്തിൽ വെളുത്ത വെളിച്ചം
താമര, പുഴ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്വപ്നം കാണുകയാണെങ്കിൽ അതും നിങ്ങളിലേക്ക് വരുവാൻ പോകുന്ന സൗഭാഗ്യത്തെയും ധനവരവിനെയുമാണ് സൂചിപ്പിക്കുന്നത്. ഇനി ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഈ ജനുവരി 24-ാം തീയതി ശനിയാഴ്ച ലോട്ടറി സൗഭാഗ്യത്തിലൂടെ വളരെ വലിയ ഒരു ധനനേട്ടം വന്നു ചേരുവാൻ പോകുന്നത് എന്നതാണ് പറയുവാൻ പോകുന്നത്. അപ്പോൾ ഈ ജനുവരി 24-ാം തീയതി ശനിയാഴ്ച ലോട്ടറി സൗഭാഗ്യത്തിലൂടെ ജീവിതത്തിൽ ആദ്യമായി അവിസ്മരണീയമായ ഒരു ധനനേട്ടം സ്വന്തമാക്കുവാനുള്ള മഹാഭാഗ്യം തെളിഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ നക്ഷത്രക്കാരായി വരുന്നത് മകം നക്ഷത്രക്കാരാണ്. മകം നക്ഷത്രക്കാരായിട്ടുള്ള ചില വ്യക്തികൾക്ക് ഈ ഒരു ദിവസം തെളിഞ്ഞു കാണുന്നത് കോടീശ്വര യോഗമാണ്. അതായത് ജീവിതത്തിലെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സാമ്പത്തിക പ്രതിസന്ധികൾക്ക് മുൻപിൽ ഇനി എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ പകച്ചു നിൽക്കുന്ന ചില ചിങ്ങം രാശിക്കാരെ തേടിയാണ് ഈ മഹാഭാഗ്യം വന്നു ചേരുവാൻ പോകുന്നത്. ഇതിൽ തന്നെ ഇത്തരത്തിൽ ലോട്ടറി സൗഭാഗ്യം സിദ്ധിക്കുവാൻ പോകുന്ന മകം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ മനസ്സിൽ പല ആഗ്രഹങ്ങളും ഉടലെടുക്കുകയും ഒപ്പം തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ കാര്യങ്ങളെല്ലാം നേടിയെടുക്കുവാൻ കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസം വളരെയധികം ഉണ്ടാവുകയും ചെയ്യും. ഇനി ഭാഗ്യത്തിനൊപ്പം തന്നെ ഈശ്വരാധീനവും വളരെയധികമുള്ള വ്യക്തികൾക്കായിരിക്കും ഈ സൗഭാഗ്യം ലഭിക്കുന്നത് എന്ന് തുടക്കത്തിൽ തന്നെ പറഞ്ഞതുപോലെ ആ ഒരു കാര്യത്തിന് നിങ്ങൾ വളരെയധികം പ്രാധാന്യം നൽകേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു ലോട്ടറി സൗഭാഗ്യത്തെ കൂടുതലായി ആകർഷിക്കുവാനായി മകം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ജനുവരി 24 ശനിയാഴ്ച രാവിലെ 6 മണി മുതൽ 9 മണി വരെയുള്ള സമയത്തിനുള്ളിൽ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രം സന്ദർശിക്കാവുന്നതാണ്. അത് നിങ്ങളിലെ ഭാഗ്യത്തെ വർദ്ധിപ്പിക്കുകയും നിങ്ങളിലേക്ക് വരുവാൻ പോകുന്ന നേട്ടത്തെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ക്ഷേത്ര ദർശനം നടത്തുവാൻ കഴിയുന്നവർ തീർച്ചയായും ആ ഒരു ദിവസം ആ കാര്യത്തിന് പ്രാധാന്യം നൽകണം. അതോടൊപ്പം തന്നെ ഈ ഒരു സൗഭാഗ്യം നിങ്ങളിലേക്ക് വരുവാൻ പോകുന്നതിൻ്റെ സൂചനയായി മകം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ആ സൗഭാഗ്യം നിറഞ്ഞ സമയത്തോട് അടുക്കുമ്പോൾ വളരെയധികം സഹായം ആവശ്യമുള്ള ചില ദരിദ്രരായ വ്യക്തികളുടെ മുഖം മനസ്സിൽ ഓർമ്മ വരികയും അവരെയൊക്കെ സഹായിക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നുള്ള ഒരു ചിന്ത മനസ്സിൽ ഉണ്ടാവുകയും ചെയ്യും. ഒപ്പം തന്നെ മറ്റുള്ള ചില വ്യക്തികളിൽ നിന്ന് പോസിറ്റീവായ വാക്കുകൾ നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയുകയും മാതാപിതാക്കളെ പോലെയുള്ള മുതിർന്നവരുടെ അനുഗ്രഹ വാക്കുകൾ പതിവില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയുകയും ചെയ്യും. ഇനി രണ്ടാമതായി ജനുവരി 24-ാം തീയതി ശനിയാഴ്ച ലോട്ടറി സൗഭാഗ്യത്തിലൂടെ കോടീശ്വര യോഗം വരെ ഉണ്ടാകുവാനുള്ള ഭാഗ്യം തെളിഞ്ഞിരിക്കുന്ന നക്ഷത്രക്കാരായി വരുന്നത് ചിത്തിര നക്ഷത്രക്കാരാണ്. ചിത്തിര നക്ഷത്രക്കാരായിട്ടുള്ള ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതം മറ്റൊരു തലത്തിലേക്ക് എത്തുവാൻ പോകുന്നത് തന്നെ ഈ ഒരു ധനനേട്ടത്തിലൂടെ ആയിരിക്കും. ഇതിൽ പ്രത്യേകിച്ച് ചിത്തിര നക്ഷത്രക്കാരായിട്ടുള്ള ലോട്ടറി സൗഭാഗ്യം സിദ്ധിക്കുവാൻ പോകുന്ന വ്യക്തികൾക്ക് ഈ ഒരു സമയത്ത് കണ്ണാടിയിൽ സ്വയം നോക്കുമ്പോൾ പോലും വളരെയധികം സന്തോഷം തോന്നുന്ന തരത്തിലുള്ള ഒരു അവസ്ഥ അനുഭവപ്പെടും. മാത്രമല്ല മനസ്സിൽ വല്ലാത്ത ഒരു പോസിറ്റിവിറ്റി ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ഇനി അതുപോലെ ചിത്തിര നക്ഷത്രക്കാർക്ക് സൗഭാഗ്യത്തെ ആകർഷിക്കുവാനായും ഈശ്വരാധീനത്തെ നിലനിർത്തുവാനുമായും ജനുവരി 24-ാം തീയതി ശനിയാഴ്ച രാവിലെ 6 മണി മുതൽ 9 മണി വരെയുള്ള സമയത്തിനുള്ളിൽ സുബ്രഹ്മണ്യ ക്ഷേത്രം സന്ദർശിക്കുന്നത് വളരെ ശുഭകരമാണ്. ഇനി അടുത്തതായി ഈ ജനുവരി 24-ാം തീയതി ശനിയാഴ്ച ലോട്ടറി സൗഭാഗ്യം സിദ്ധിക്കുവാനുള്ള മഹാഭാഗ്യം തെളിഞ്ഞിരിക്കുന്ന നക്ഷത്രക്കാരായി വരുന്നത് ഉത്രം നക്ഷത്രക്കാരാണ്. ഉത്രം നക്ഷത്രക്കാരായിട്ടുള്ള ചില ആളുകൾക്ക് സാമ്പത്തികമായുള്ള പ്രതിസന്ധികൾ കൊണ്ട് പല കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കേണ്ടി വരികയും അതുപോലെ പലയിടത്തും ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥ അനുഭവിക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അത്തരത്തിൽ കടബാധ്യതകളിൽ നിന്ന് പരിഹാരം കാണുവാൻ ഒരു വഴിയുമില്ലാതെ നട്ടം തിരിയുന്ന ചില ഉത്രം നക്ഷത്രക്കാർക്ക്
ഈ ജനുവരി 24 തീയതി വൻ ധനനേട്ടമാണ് വന്നു ചേരുവാൻ പോകുന്നത്. ഇനി ഉത്രം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളിൽ ഈ ഭാഗ്യം തെളിയുവാൻ പോകുന്ന സമയത്ത് വളരെ പ്രധാനമായി അനുഭവത്തിൽ വരുന്ന ഒരു കാര്യം, നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നും അതല്ല എന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള ചില പ്രിയപ്പെട്ടവരിൽ നിന്നും നിങ്ങൾക്ക് സമാധാന വാക്കുകൾ കേൾക്കുവാൻ കഴിയുകയും അതല്ല എന്നുണ്ടെങ്കിൽ ചില ശുഭവാർത്തകൾ നിങ്ങളുടെ കാതിൽ കേൾക്കുന്നതുമാണ്. ഇനി ഈ ഒരു ലോട്ടറി സൗഭാഗ്യത്തെ കൂടുതലായി ആകർഷിക്കുവാനായി ജനുവരി 24 തീയതി രാവിലെ 6 മണി മുതൽ 9 മണി വരെയുള്ള സമയത്ത് ഉത്രം നക്ഷത്രക്കാർ സൂര്യഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് വളരെ ശുഭകരമാണ്. ഇനി ഫലപ്രകാരം കാണുന്നതനുസരിച്ച് ഈ ജനുവരി 24 തീയതി ശനിയാഴ്ച ലോട്ടറി സൗഭാഗ്യത്തിലൂടെ കോടീശ്വര യോഗം വരെ നേടുവാനുള്ള മഹാഭാഗ്യം നിലനിൽക്കുന്ന 4ാമത്തെ നക്ഷത്രക്കാരായി വരുന്നത് പുണർദം നക്ഷത്രക്കാരാണ്. സാമ്പത്തികമായി തകർന്ന് ജീവിതത്തെ ഒരു വിധത്തിലും മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയാതെ മനസ്സ് മരവിച്ച അവസ്ഥയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ചില പുണർദം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളെ തേടിയാണ് ഈ സൗഭാഗ്യം വന്നു ചേരുവാൻ പോകുന്നത്. ഇതിൽ പുണർദം നക്ഷത്രക്കാരായിട്ടുള്ള ഇത്തരത്തിൽ ലോട്ടറി സൗഭാഗ്യം സിദ്ധിക്കുവാൻ പോകുന്ന വ്യക്തികൾക്ക് ഈ ഒരു സമയത്ത് വളരെ കാലമായി കോണ്ടാക്ട് ഇല്ലാതിരുന്ന ഒരു സുഹൃത്ത് ബന്ധം പുതുക്കുവാനായി വിളിക്കുന്ന തരത്തിലുള്ളതോ അതല്ല എന്നുണ്ടെങ്കിൽ നേരിട്ട് കാണുവാനായി വരുന്ന തരത്തിലോ ഉള്ള ഒരു അനുഭവം ഉണ്ടായേക്കാം. ഇത്തരത്തിലുള്ള അനുഭവം പുണർദം നക്ഷത്രക്കാരിലെ അപ്രതീക്ഷിത സൗഭാഗ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഈ ഒരു ധനനേട്ടത്തെ കൂടുതലായി നിങ്ങളിലേക്ക് ആകർഷിക്കുവാനായി പുണർദം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾ ജനുവരി 24 തീയതി രാവിലെ 6 മുതൽ 9 വരെയുള്ള സമയത്ത് ശ്രീകൃഷ്ണ ക്ഷേത്രം സന്ദർശിക്കുന്നതും ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതും വളരെ ശുഭകരമാണ്. ഇനി 5ാമതായി ഈ ജനുവരി 24 ലോട്ടറി സൗഭാഗ്യത്തിലൂടെ ഒരു വലിയ തുക നേടിയെടുക്കുവാനും അതിലൂടെ ജീവിതത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന പല സാമ്പത്തിക പ്രതിസന്ധികൾക്കും പരിഹാരം കാണുവാനുമുള്ള മഹാഭാഗ്യം തെളിഞ്ഞിരിക്കുന്ന നക്ഷത്രക്കാരായി വരുന്നത് അവിട്ടം നക്ഷത്രക്കാരാണ്. അതായത് ഈ ഒരു സൗഭാഗ്യം നേടുവാൻ പോകുന്ന അവിട്ടം നക്ഷത്രക്കാർ സ്വപ്നത്തിൽ പോലും ഇങ്ങനെയൊരു സൗഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരുമെന്ന് വിചാരിച്ചിട്ടില്ല എന്നതാണ് സത്യം. ഇനി അതുപോലെ തന്നെ ഇത്തരത്തിൽ ഒരു കോടീശ്വര യോഗം ഈ ലോട്ടറി സൗഭാഗ്യത്തിലൂടെ വന്നു ചേരുവാൻ പോകുന്ന അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ ഒരു അധ്യായം കണ്ടതിനു ശേഷം മുതലുള്ള സമയത്ത് നിങ്ങൾ യാത്ര ചെയ്യുന്നതിനിടയിൽ ചില വ്യക്തികൾ ശുഭകരമായ എന്തെങ്കിലും കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കുന്ന തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടായേക്കാം. മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ ഒരു നല്ല കാര്യം നടക്കുവാൻ പോകുന്നു എന്നുള്ള ഒരു ഉൾവിളി നിങ്ങൾക്ക് തന്നെ സ്വയം അനുഭവപ്പെടും. അതുപോലെ അവിട്ടം നക്ഷത്രക്കാർക്ക് കൂടുതൽ ഈശ്വരാധീനത്തെയും ഭാഗ്യത്തെയും ആകർഷിക്കുവാനായി ജനുവരി 24 തീയതി രാവിലെ ശിവക്ഷേത്രം സന്ദർശിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അതും രാവിലെ 6 മണി മുതൽ 9 മണി വരെയുള്ള സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ക്ഷേത്രം സന്ദർശിക്കുവാൻ പ്രത്യേകം ശ്രമിക്കുക. ഇനി 6ാമതായി ഈ ശനിയാഴ്ച ലോട്ടറി സൗഭാഗ്യം സിദ്ധിക്കുവാനുള്ള മഹാഭാഗ്യം തെളിഞ്ഞിരിക്കുന്ന നക്ഷത്രക്കാരായി വരുന്നത് ഉത്രാടം നക്ഷത്രക്കാരാണ്. ഉത്രാടം നക്ഷത്രക്കാരായിട്ടുള്ള ഏതോ ഒരു വ്യക്തിയിലൂടെ ആ കുടുംബം തന്നെ മറ്റൊരു തലത്തിലേക്ക് എത്തുവാൻ പോകുന്ന സമയമാണ് ഇത്. അതായത് വളരെയധികം സാമ്പത്തിക പ്രശ്നങ്ങളും കടബാധ്യതകളും കൊണ്ട് നട്ടം തിരിഞ്ഞിരുന്ന ഒരു കുടുംബമായിരുന്നു എങ്കിൽ പോലും ആ ഉത്രാടം നക്ഷത്രത്തിൽ പിറന്ന ഒരു വ്യക്തി കാരണം ആ വീട് ഉന്നതിയിലേക്കാണ് എത്തുവാൻ പോകുന്നത്. ഇതിൽ ഉത്രാടം നക്ഷത്രക്കാർക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുവാനും ധനനേട്ടങ്ങളെ ആകർഷിക്കുവാനുമായി ജനുവരി 24 തീയതി ശനിയാഴ്ച രാവിലെ 6 മണി മുതൽ 9 മണി വരെയുള്ള സമയത്ത് അടുത്തുള്ള ശിവക്ഷേത്രം സന്ദർശിക്കുന്നത് വളരെ ഗുണകരമായിരിക്കും. അതുപോലെ തന്നെ ഉത്രാടം നക്ഷത്രക്കാർക്ക് വരുവാൻ പോകുന്ന ഈ സൗഭാഗ്യത്തിൻ്റെ സൂചനയായി അന്നേ ദിവസം
രാവിലെ തന്നെ ചില ശുഭവാർത്തകൾ കാതുകൊണ്ട് കേൾക്കുവാൻ കഴിയുകയും ഒപ്പം തന്നെ ചില മംഗളകാര്യങ്ങൾക്ക് വേണ്ടി പോകേണ്ടതായി വരികയും ചെയ്യുന്നതും ശുഭസൂചനയാണ്. ഇനി അടുത്തതായി ഈ ജനുവരി 24 തീയതി ശനിയാഴ്ച ലോട്ടറി സൗഭാഗ്യത്തിലൂടെ അവിശ്വസനീയമായ ഒരു ധനനേട്ടം സ്വന്തമാക്കുവാനുള്ള മഹാഭാഗ്യം തെളിഞ്ഞിരിക്കുന്ന 7ാമത്തെ നക്ഷത്രക്കാരായി വരുന്നത് കാർത്തിക നക്ഷത്രക്കാരാണ്. കാർത്തിക നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഒരു ദിവസം നിങ്ങളിലേക്ക് വരുവാൻ പോകുന്ന ധനനേട്ടത്തിന് സൂചനയായി അനുഭവത്തിൽ വരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്വപ്നത്തിൽ വിളക്ക് തെളിയുന്ന തരത്തിലുള്ള കാഴ്ച കാണുവാനിടയാകുന്നതും അതുപോലെ തന്നെ നിങ്ങൾ സന്ധ്യയ്ക്ക് തിരി തെളിയിക്കുന്ന സമയത്ത് ആ തെളിയിക്കുന്ന തിരി വളരെ ഭംഗിയായി കത്തുകയും അതിൻ്റെ പ്രകാശം കുറച്ച് അധികമായി നിങ്ങൾക്ക് തോന്നുകയുമൊക്കെ ചെയ്യുന്നത് വളരെ ശുഭസൂചനയാണ്. ഒപ്പം തന്നെ കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ ജനുവരി 24 തീയതി രാവിലെ 6 മണി മുതൽ 9 മണി വരെയുള്ള സമയത്ത് കൂടുതൽ ഈശ്വരാധീനം നേടുവാനായി അടുത്തുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രം സന്ദർശിക്കുന്നത് വളരെ ശുഭകരമാണ്. ഇനി ഈ ജനുവരി 24 തീയതി ശനിയാഴ്ച ലോട്ടറി ഭാഗ്യത്തിലൂടെ വളരെ വലിയ ഒരു ധനനേട്ടം സ്വന്തമാക്കുവാനുള്ള യോഗം നിലനിൽക്കുന്ന 8ാമത്തെ നക്ഷത്രക്കാരായി വരുന്നത് പൂരാടം നക്ഷത്രക്കാരാണ്. ഇത്തരത്തിൽ ഒരു ഭാഗ്യം വന്നു ചേരുവാൻ പോകുന്ന പൂരാടം നക്ഷത്രക്കാരിൽ ജീവിതത്തെപ്പറ്റി അമിത പ്രതീക്ഷ ഉണ്ടാവുകയും ഒപ്പം തന്നെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്യും. ഒപ്പം തന്നെ നിങ്ങളിലെ ഭാഗ്യത്തെ ഉറപ്പിക്കുവാനും കൂടുതൽ ഈശ്വരാധീനം നിലനിർത്തുവാനുമായി പൂരാടം നക്ഷത്രക്കാർ ജനുവരി 24 തീയതി ശനിയാഴ്ച രാവിലെ 6 മുതൽ 9 വരെയുള്ള സമയത്ത് അടുത്തുള്ള ദുർഗാക്ഷേത്രം സന്ദർശിക്കുന്നത് വളരെ ശുഭകരമാണ്. ഇനി ഇതിൽ ഏറ്റവും പ്രധാനമായ കാര്യം ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ജനുവരി 24 തീയതി ശനിയാഴ്ച നറുക്കെടുക്കപ്പെടുന്ന ലോട്ടറികളിൽ നിന്ന് സമ്മാനത്തുകകൾ ലഭിക്കുവാൻ സാധ്യത നിലനിൽക്കുന്ന ഭാഗ്യം നിറഞ്ഞ നക്ഷത്രക്കാരെ പറ്റിയാണ്. അതല്ലാതെ ശനിയാഴ്ച ലോട്ടറി എടുക്കണം എന്നതല്ല പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക. ഇനി അതുപോലെ തന്നെ ശനിയാഴ്ച എന്ന് പറയുന്നത് ശനിദേവന്റെ ദിവസമാണ്. അതിനാൽ ഈ ഒരു ദിവസം രാവിലെ തന്നെ കുളിച്ച് ശുദ്ധമായതിനു ശേഷം നീല അല്ലെങ്കിൽ കറുപ്പ് നിറമുള്ള വസ്ത്രം ധരിക്കുന്നത് വളരെ ശുഭകരമാണ്. ഒപ്പം തന്നെ കഴിയുമെങ്കിൽ എള്ളെണ്ണ വിളക്കിന് തിരി തെളിയിക്കുന്നതും ഈ ഒരു ദിവസത്തിലെ ഭാഗ്യങ്ങൾക്ക് ആക്കം കൂട്ടും. മാത്രമല്ല നിങ്ങളിലെ ധനയോഗം വർദ്ധിക്കുവാനായി ഈ 8 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ജനുവരി 24 ശനിയാഴ്ച രാവിലെ തന്നെ കറുത്ത എള്ള്, ഉഴുന്ന്, ഇരുമ്പ് വസ്തുക്കൾ, കറുത്ത വസ്ത്രം, ആവശ്യമുള്ള ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഭക്ഷണം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ദാനം ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങളിലേക്ക് ഭാഗ്യം അനുകൂലമാകുവാൻ വളരെ ഗുണകരമാണ്. ഇനി ഇന്നത്തെ അധ്യായം കണ്ടിരിക്കുന്നതിൽ ഏതെങ്കിലും വ്യക്തികൾ ഹൈന്ദവ വിശ്വാസികൾ അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ഷേത്ര ദർശനത്തിന് പകരം പള്ളികളിൽ പോവുകയോ നിങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ച് ദൈവത്തോട് ആ ഒരു ദിവസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പ്രാർത്ഥിക്കുകയും ചെയ്യാവുന്നതാണ്. എന്തുതന്നെയായിരുന്നാലും ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 8 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളിൽ ചിലരിലേക്ക് അവിശ്വസനീയമായ ചില നേട്ടങ്ങളാണ് ഏതാനും സമയത്തിനുള്ളിൽ തന്നെ വന്നു ചേരുവാൻ പോകുന്നത്. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.